കർഷകരുടെ അവസ്ഥ പൊതുവെ പരിതാപകരമാണെന്നാണ് പറയുന്നത്. പിന്നെ റബ്ബറിന് ഇപ്പോൾ സബ്സിഡിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ തന്നെ വിട്ടുന്നതുകൊണ്ടും നഷ്ടങ്ങൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 180 തറവിലാക്കിയിട്ടുണ്ടല്ലേ? 180 തറവിലാക്കിയിട്ടുണ്ട്. പൊതുവേ ഞങ്ങൾ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് ഇറങ്ങിയതാണ്. പൊതുവെ കോട്ടയത്ത് വരുമ്പോൾ റബ്ബർ വില ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. എങ്ങനെയാ ഒരു ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്, റബ്ബർ വില കൂടാതെ നിൽക്കുന്നതിൽ? കമ്പനികളുമായിട്ടുള്ള ഒരു ഒത്തുകളിയുടെയൊക്കെ ഭാഗമായിട്ടാണ് വില കൂടാൻ നിൽക്കുന്നത്. നല്ല രീതിയിൽ വില കിട്ടേണ്ടതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ വില കുറയുന്നതുകൊണ്ട് തന്നെ കർഷകർക്ക് നഷ്ടം, നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം, ഒരു വലിയ വ്യവസായം തന്നെ അതെ പ്രശ്നത്തോട്ട് പോകല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റബ്ബർ സംസ്ഥാന സർക്കാർ ഇപ്പോൾ 180 രൂപ തറവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് 150 ആയിരുന്നു ഈ സർക്കാർ വരുമ്പോൾ, പിന്നെ അത് കൂടിയും കുറഞ്ഞു നിന്നായിരുന്നു. പിന്നെ ഇപ്പോൾ 180 രൂപ കൊണ്ടുപോകും അല്ലേ? അങ്ങനെ ആ ഒരു പദ്ധതിയൊക്കെ ആശ്വാസമായിട്ടുണ്ടോ? നല്ല രീതിയിൽ ആശ്വാസമുണ്ട്. വില തീരെ താന്നു പോയപ്പോഴാണ് വില ഇത്രയും കയറി വന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ രാഷ്ട്രീയത്തെയൊക്കെ നോക്കിക്കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കർഷകർക്ക് സഹായം ചെയ്യുന്ന നല്ല ഇത് വരണം. പൊതുവെ എങ്ങനെയുണ്ട് കോട്ടയത്ത്? എന്താ ഒരു കോട്ടയം ഇപ്പം പിന്നെ ഒരു LDFന്റെ ഒരു ഇതാണ് കാണുന്നത്. ചാഴികാടൻ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? നല്ല പ്രവർത്തനമായിരുന്നു. എന്ത് പൊതുവെ വർക്ക് ഇത്തവണ ടാപ്പിംഗ് കുറയാൻ കാരണം കാര്യം നല്ല രീതിയിൽ ഇലയൊക്കെ ഉണ്ട്, പാല് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിനൊരു ക്യാൻസറിൻ്റെ അസുഖമൊക്കെ ആയിട്ട് ചില ആശുപത്രി കേസോട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുടങ്ങി. അതുകൊണ്ട് അതിൻ്റെതായ പാല് കുറവുണ്ട്. എവിടെയായിരുന്നു ചികിത്സ? എവിടെയായിരുന്നു? RCCയിലായിരുന്നു. ഇപ്പം സർജറി എല്ലാം കഴിഞ്ഞു. ഇപ്പം പാലാ ഗവൺമെൻറ്റിൽ നിന്നാണ്, ഗവൺമെൻറ് ആശുപത്രി ഹോസ്പിറ്റലാണ്. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. കീമോതെറാപ്പിയാണ് ചെയ്തത്. അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാ സൗകര്യമുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം 14 ഡോസ് വെച്ച് 4 പ്രാവശ്യമായി. ആ 4 പ്രാവശ്യത്തെ മരുന്ന് കീമോയുടെ ഗുളിക ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് തരുന്നത്? അതെ. അറിയപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളിലും ഒന്നാണ് ചേട്ടൻ പറയുന്നത്. മറ്റൊന്ന് ഒരു ഡോസിന് 900 രൂപയാണ് മണ്ടേ വരേണ്ടതാണ്. അതായത് മാസം ഒരു 6000 രൂപ 7000 രൂപയോളം ഏറ്റവും കുറഞ്ഞത് വരേണ്ടതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ ആശുപത്രികൾ എത്രമാത്രം മെച്ചപ്പെട്ടു എന്നതിൻ്റെ കൂടെ ക്യാൻസറിനടക്കമുള്ള ചികിത്സകളും മരുന്നുകളും ഒരു സാധാരണ ജനറൽ ആശുപത്രിയാണ് പാലാ ജനറൽ ആശുപത്രി എന്ന് പറയുന്നത്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയുമില്ലാതെ ക്യാൻസർ ചികിത്സയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതെ, സത്യചേട്ടനോട് പോയപ്പോൾ അത്ഭുതം തോന്നി. ആശുപത്രി തോന്നി ആണല്ലേ? പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലല്ല, ഞങ്ങളിവിടെ സാധാരണ പൈകയിലൊക്കെ ചെറിയ പാലാല അങ്ങോട്ട് പോകുന്ന ആവശ്യമില്ലായിരുന്നു. സാറിന് ഇവിടെ അളങ്ങലത്തെ ഹോമിയോ ഡിസ്പെൻസറി ഞാൻ മരുന്ന് മേടിച്ചോണ്ടിരുന്നത്. ആരാ പറഞ്ഞ പാലായിൽ ഇത്ര നല്ല ചികിത്സയുണ്ട്? RCC പറഞ്ഞു വിട്ടാ അല്ലേ?